ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കയാമ വ്ലോഗിൻ്റെ പാർട്ട് 2 ആണ്. ചില സമയത്ത് ഈ വാട്ടർ ഫൗണ്ടൈൻ വരാൻ കുറച്ച് നമ്മൾ കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് മിഥുനത്തിലെ ഇപ്പം പൊട്ടും ഡയലോഗാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അതിനുശേഷം ഞങ്ങളൊരു ചെറിയ കോസ്റ്റൽ വാക്കിന് ഇറങ്ങിയേ. ഓസ്ട്രേലിയയിലുള്ള മിക്ക ബീച്ചുകളിലും ഇങ്ങനത്തെ കോസ്റ്റൽ വാക്കൊക്കെ കാണും. നല്ല രസമാണ്. തൊട്ട് സൈഡിലെ ബീച്ചും അപ്പുറത്തെ സൈഡിൽ കുറേ പച്ചപ്പും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാനായിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ സൂപ്പറായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമറയിൽ ഈ നേരിട്ട് കാണുന്ന ഭംഗി ഉണ്ടാവത്തില്ല, ഉറപ്പാണ്. ഇതെന്താണിത്? ട്രെയിൻ പോകുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പോകുന്ന ട്രെയിനിൽ ആ ട്രെയിൻ ഞങ്ങൾ പോകുന്നതാണേ. അതൊരു കണ്ടില്ലേ, ഒരു കാടിനുള്ളിലൂടെ പോകുന്ന പോലെ ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീല്. ഞങ്ങളൊരു ചെറിയ കോസ്റ്റൽ വാക്കിനാണ് പോയത്. ശരിക്കുമുള്ള കയാമ കോസ്റ്റൽ വാക്ക് എന്ന് പറയുന്നത് ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. മിനാമോറോ എന്ന് പറയുന്ന സ്ഥലം മുതൽ ജെറിങ്കോങ് എന്ന് പറയുന്ന സ്ഥലം വരെയാണ് കേട്ടോ ഈ വാക്കിംഗ് ട്രെയിൽ ഉള്ളത്. ഞങ്ങൾ പിന്നെ അതിനൊന്നും നിന്നില്ല, കാരണം ഒരു പീസ്ഫുൾ വാക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എനിക്കിങ്ങനത്തെ ബീച്ച്, കുളം, തടാകം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നോക്കിയിരിക്കാനും ചിലപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ വരെ തോന്നാറുണ്ട്. പക്ഷെ നീന്തൽ അറിയാത്തത് കൊണ്ട് ഞാൻ മാക്സിമം ഇറങ്ങാതിരിക്കാനാണ് നോക്കുന്നത്. ആ പക്ഷികളെ ഇങ്ങനെ പറത്തിയൊക്കെ വിട്ട് കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ചേ. തിരമാലകളുടെ ഓളങ്ങളും നല്ല ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും വാക്ക് സ്റ്റാർട്ട് ചെയ്തേ. എനിക്കിവിടെ വന്നപ്പോൾ മുതൽ പണ്ടെപ്പോഴൊക്കെ ഡെസ്ക്ടോപ്പ് വാൾപേപ്പറായിട്ടും ബുക്സിലും ഒക്കെ കണ്ട പിക്ചറിൽ ചെന്നിറങ്ങിയതുപോലെയാണ് തോന്നിയത്. അവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പാർക്കിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കണ്ട ഒരു ഹ്യൂജ് മരമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. എന്ത് വലുതായിരുന്നെന്നറിയോ? ഒരു എൻറ്റയർ പാർക്കിന് ഒരു ഷെയ്ഡ് കൊടുക്കുന്ന രീതിയിലായിരുന്നു നിന്നത്. ഇതൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ബീച്ച് കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നീന്താം. ഇപ്പൊ ആരും കാണുന്നില്ല, വിന്റർ ആയതുകൊണ്ടായിരിക്കണം. സമ്മറിലാണെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ആൾക്കാർ കണ്ടേനെ. എനിക്ക് ശരിക്കും ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ കുറച്ചുകൂടെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് വരേണ്ടുന്നതായിരുന്നു. ഇനി കിയാമേനെ കിയാമാന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അതെ, കിയാമ എന്നല്ല കയാമ എന്നാണ് പറയുന്നത്. ശരിക്കും ഞാൻ നല്ല രീതിക്ക് റിസർച്ച് ചെയ്യേണ്ടുന്നതായിരുന്നു. റെസ്റ്റോറൻറ്റ് പോലും ഉണ്ടല്ലേ, നല്ല വ്യൂ ആയിരിക്കും അവിടുന്ന്. മൊത്തത്തിൽ കൊള്ളാം. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ നേരത്തെ വന്നില്ല എന്നാണ് ഞാനിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ പൂൾസ് ഉണ്ടല്ലോ, അത് മിക്ക ബീച്ചസിൻ്റെ അവിടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ബോണ്ടായി ബീച്ചിൽ പോയപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. ബോണ്ടായി ബീച്ചിൽ ഒരുപാട് പൂൾസ് ഉണ്ട് അങ്ങനത്തെ. നീന്താൻ അറിയായിരുന്നു എങ്കിൽ ഞാനും ഇറങ്ങിയേനെ. ഇപ്പം അല്ല, സമ്മറിൽ ഇറങ്ങിയേനെ. പക്ഷെ നീന്താൻ അറിയില്ല. ഇവിടെ കുറച്ചു നേരം ഇരുന്നാലോ? ഞങ്ങളിങ്ങനെ ഇരുന്നും ഇങ്ങനെ ഭയങ്കര ലെഷർലി ആയിട്ട് നടക്കുകയാണേ. കോസ്റ്റൽ വാക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. ഇത്രയോളം തോന്നല്ലേ? ഇനിയുണ്ടല്ലേ? എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ തൂങ്ങി നടക്കുമായിരുന്നു. എനിക്ക് വിശപ്പുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ കാണുന്നില്ല. എല്ലാവരും കൊണ്ടുവരികയാണ്. റെസ്റ്റോറൻറ്റിന് പോകണമെങ്കിൽ ഇനി അങ്ങോട്ട് പോകണം. ആ ഒരു ഏരിയയിൽ കുറേ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ കാണിച്ചില്ലേ നിങ്ങളെ, ആ ഒരു ഏരിയയിൽ. അവിടെയാണ് എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. ഓക്കെ,
ഡോമിനോസിലോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എനിക്ക് പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഡോമിനോസ് പിസ്സ ആകുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം വരും എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി 100 മീറ്റർ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു ഡോമിനോസിലോട്ട്. അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഇപ്പം. അങ്ങനെ പിസ്സയും ഡെസേർട്ടിന് വേണ്ടിയിട്ട് ഒരു ഡോണറ്റും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഫുഡ് വാങ്ങി ഞങ്ങൾ നേരത്തെ ആ സെയിം സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള അത്ര ഒരു ആംബിയൻസ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് കടൽ കണ്ടിട്ട് ഫുഡ് കഴിക്കാമെന്ന്. ഇത് കണ്ടോ, ഇത് ജാൻഡ് ഡോണറ്റാണ് കേട്ടോ. ഞാൻ തുറന്ന് കാണിക്കാമേ. ടേസ്റ്റ് ഉണ്ടാവും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. പുതിയ ഫുഡൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ആവണമെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പിസ്സ വാങ്ങി. ഇത് ബീഫാന്ന് തോന്നുന്നു. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഐ ഡോണ്ട് ഈറ്റ് ബീഫ്. പിന്നെ ദിസ് ഈസ് മൈൻ. സോ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി കേട്ടോ. ആ കാണുന്ന മരങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഡെസ്ക്ടോപ്പ് വാൾപേപ്പറൊക്കെ പോലെ ഉണ്ടെന്ന്. നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ആകാശമാണ് കേട്ടോ. എന്ത് തെളിഞ്ഞ ആകാശമാണെന്ന് നോക്കിക്കേ. ആ ബ്ലൂ സ്കൈയും ആ ഗ്രീൻ ട്രീസും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു സൂപ്പർ വൈബായിരുന്നു അവിടെ. ഞാനെന്തോ കാര്യമായിട്ട് പറയാൻ നോക്കുന്നുണ്ടല്ലേ, മൈക്ക് കണക്റ്റഡ് അല്ലായിരുന്നേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും റെക്കോർഡായില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കുട്ടികൾ ഇവിടെ നിന്ന് കല്ല് പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ സീഷെല്ലായിരുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ദി സീ. അത് ഞാൻ എടുത്തങ്ങ് ബാഗിലിട്ടു കേട്ടോ. കണ്ടില്ലേ, കുഞ്ഞു കുട്ടികളൊക്കെയാണ് കേട്ടോ ഈ പറക്കുന്നത്. ഗൈസ്, ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കിയാമ റോക്ക് പൂളിലാണ്. ഒന്നുമല്ല, നാച്ചുറലി ഫോം ചെയ്ത ഒരു സ്വിമ്മിംഗ് പൂൾ സ്ട്രക്ചറാണ് കേട്ടോ. അത് കുറച്ച് അൺഈവൻ ആയിട്ട് കിടക്കും, പക്ഷേ ഈ വേവ്സ് ഒക്കെ വന്ന് ഫോം ചെയ്ത ഒരു സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു ഏരിയ ആണത്. അവിടെ നമുക്ക് ഫാമിലി ആയിട്ട് ഇങ്ങനെ നീന്തി കളിക്കാനൊക്കെ നല്ല സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ കുറച്ച് വരെ ഉള്ളൂ, തണുപ്പായതുകൊണ്ടാണ് കേട്ടോ. സമ്മർ സീസൺ ആകുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ കാണും. കണ്ടില്ല, ആ വേവ്സ് ആണ് ഈ പൂള് ഫോം ചെയ്യുന്നത്. എന്താ അല്ലേ, നാച്ചുറലി ഫോം ചെയ്ത സ്വിമ്മിംഗ് പൂൾ. അധികം ആഴം ഉണ്ടാവോ? നല്ല ആഴമുണ്ട് കേട്ടോ. ആക്ച്വലി അത്ര ആഴമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അവരൊക്കെ നിൽക്കുകയല്ലേ. ഈ സമയത്തൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സ്വിമ്മിങ് പഠിച്ചാൽ മതിയായിരുന്നു എന്നാണേ. റോക്ക് പൂളൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു നടക്കാൻ തുടങ്ങിയേ. ഈ സമയം ആയപ്പോഴത്തേനും എൻ്റെ കാല് നല്ല രീതിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഏതാണ്ട് ബ്ലോ ഹോളിൻ്റെ അടുത്ത് എത്തിയപ്പം അവിടെ ഈ കാണുന്ന വോൾക്കാനിക് റോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. കുറച്ച് വാർണിംഗ് സൈൻസ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, സ്ലിപ്പറി ആണ്, സൂക്ഷിക്കണം എന്നൊക്കെ. അതുകൊണ്ട് ആദ്യം എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഹെസിറ്റേറ്റഡ് ആയിരുന്നു കേട്ടോ എന്നെ വിടാനായിട്ട്. പക്ഷെ എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അത് ഞാൻ വലിയ നല്ല കാര്യമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇത് വലിയ പ്രശ്നമില്ലായിരുന്നേ. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നേ. ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്ന റോക്സൊക്കെ പണ്ട് ലാവ കൂൾ ഡൗൺ ആയതാണേ. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോഴാണ് ഈ കാണുന്ന പക്ഷീനെ കണ്ടത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ആൽബട്രോസ് ആണെന്നാ. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായി അതിൻ്റെ ബീക്കൊക്കെ ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ ആസ് യൂഷ്വൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അതൊരു ഓസ്ട്രേലിയൻ പെലിക്കൻ ആണെന്ന്. ഈ കയാമ ബ്ലൂ ഹോളിൻ്റെ തൊട്ടടുത്ത് തന്നെ കയാമ ലൈറ്റ് ഹൗസും ഉണ്ട് കേട്ടോ. 1887 ഇതുണ്ടാക്കിയത്. 130 വർഷമായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഷിപ്പിനെയൊക്കെ ഗൈഡ് ചെയ്യാനായിട്ട്. ഇത് ടോളസ്റ്റ് ലൈറ്റ് ഹൗസ് ഒന്നുമല്ല, പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഓഷനും ആ ക്ലിഫ്സും ആ ആകാശവും ഒക്കെ കാണുമ്പോൾ ഒരു പോസ്റ്റ് കാർഡ് പോലെ തോന്നുന്നുണ്ടല്ലേ. പിന്നെ ഞങ്ങൾ
നേരെ ഒരു ഐസ്ക്രീം വാങ്ങാനാണ് പോയത്. എത്രയൊക്കെ തണുപ്പാണെങ്കിലും ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നും കേട്ടോ. അതിനുശേഷം അവിടെ റീലെടുക്കാൻ പറ്റിയൊരു സ്പോട്ട് കണ്ടപ്പം ഞാൻ പിന്നെ കാലുവേദനയൊന്നും നോക്കിയില്ല, അപ്പം തന്നെ എടുത്തു കേട്ടോ. അങ്ങനെ ഒരു ഡേ വെൽ സ്പെൻഡ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 4 മണിയായി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. ഒരു പെർഫെക്റ്റ് സാറ്റർഡേ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണേ. എക്സാക്ട്ലി ഒരു 850 മീറ്ററൂടെ ഉള്ളൂ. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ കയാമ കോർട്ട് ഹൗസ്. 1860 ഉണ്ടാക്കിയതാണ്. എനിക്ക് ഈ പഴയ ബിൽഡിങ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് എടുത്തു വെച്ചെന്നേ ഉള്ളേ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് ട്രെയിനിലിരുന്നതേ ഓർമ്മയുള്ളൂ. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഞാൻ അത്രയ്ക്കും ടയേർഡായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ഞാൻ വീക്കെൻഡ്സ് ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ബ്യൂട്ടിഫുൾ സ്ഥലം ഞാൻ പോയി കണ്ടതിൽ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.